സോ കാമയത് ദ്വിതീയോമ ആത്മാ ജായേതേതി സ മനസാ വാചം മിഥുനം സമഭവത് അശനായ മൃത്യുത്തദ്രേത ആസീത് സ സംവത്സരോ ഭവത്. അടുത്ത് നഹിയാണോ? നഹ പുരാ തതഃ സംവത്സര ആസ തമേതാവന്തം കാലം അബിഭഃ യാവാൻ സംവത്സരസ്തമേതാവത കാലസ്യ പരസ്താദ് അസൃജത തം ജാതം അഭിവ്യാദദാത് സ ഭാണകരോത് സൈവ വാഗഭവത്. ആഹാ സോ കാമയത് ദ്വിതീയോമ ആത്മാ ജായേതേതി സ മനസാ വാചം മിഥുനം സമഭവത് അശനായ മൃത്യുഃ തദ്യത്തദ്രേത ആസീത് സ സംവത്സരോ ഭവത്. നഹ പുരാ തതഃ സംവത്സര ആസ തമേതാവന്തം കാലമബിഭഃ യാവാൻ സംവത്സര തമേതാവത കാലസ്യ പരസ്താദസൃജത തം ജാതമഭിവ്യാദദാത് സ ഭാണമകരോത് സൈവ വാഗഭവത്. സോ കാമയത, ആ പ്രജാപതി ആഗ്രഹിച്ചു. ഇത് ഈ പറഞ്ഞ അപ്പ് രൂപത്തെ പ്രാപിച്ച അപ്പ് തന്നെ അഗ്നി, അഗ്നി തന്നെ അപ്പ്, അത് തന്നെ പൃഥിവി എന്നൊക്കെ നേരത്തെ പറഞ്ഞു. ഇങ്ങനെ ഈ പറയപ്പെട്ട പ്രജാപതി കാമിച്ചു. എന്താണ്? ദ്വിതീയോ മേ ആത്മാ ജായേത, എനിക്ക് രണ്ടാമതൊരു ശരീരം കൂടി ഉണ്ടാവട്ടെ, രണ്ടാമതൊരു ഭാവം കൂടി എനിക്ക് ഉണ്ടാവട്ടെ. സ മനസാ വാചം മിഥുനം സമഭവത്. അശനായ മൃത്യുഃ തദ്യത്തദ്രേതഃ ആസീത്. അശനായാഹ മൃത്യുഃ, അശനായാഹ വിശപ്പ്, വിശപ്പിൻ്റെ രൂപത്തോടു കൂടിയ മൃത്യു വാക്കിനെ വാഗ്രൂപമായിരിക്കുന്ന മിഥുനത്തെ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഭാവന ചെയ്തു. വാഗ്രൂപമായ മിഥുനത്തെ ഭാവന ചെയ്തു. വാക്കവിടെ വേദം എന്നെടുക്കാം നമുക്ക്. അതിൻ്റെ യാതൊരു രേതസ്സുണ്ടോ, ബീജമുണ്ടോ, അത് തന്നെയാണ് സംവത്സരം. അതിനു മുമ്പ് സംവത്സരം ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് സംവത്സരം ഉണ്ടായിരുന്നില്ല. അത്രയും കാലം ആ സംവത്സരരൂപിയായ ഭാവത്തെ അത് ഉള്ളിൽ ധരിച്ചു.
അത്രയും കാലം സംവത്സരരൂപിയായ ആ ഭാവത്തെ അത് ഉള്ളിൽ ധരിച്ചു. ഉള്ളിൽ ധരിച്ചു എന്ന് പറഞ്ഞാൽ ഗർഭം ധരിച്ചു എന്നൊക്കെ പറയാം നമുക്ക്. ഉള്ളിൽ ധരിച്ച സംവത്സര രൂപം സങ്കല്പത്തിലൂടെ പ്രകടമായി. ഭരിച്ചു, അകത്ത് ഭരിച്ചു. അകത്ത് ഭരിച്ചു എന്ന് പറഞ്ഞാൽ അകത്ത് ധരിച്ചു, പോഷിപ്പിച്ചു. അതുകൊണ്ടാണ് ഗർഭസമാനം എന്ന് പറഞ്ഞത്. അകത്ത് ധരിക്കുകയും ഭരിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്നത് ഗർഭത്തെയാണ്. അതുപോലെ സംവത്സര രൂപി പ്രകടമാകുന്നതിന് മുമ്പ് അത് അതിനുള്ളിൽ ഭരിക്കപ്പെട്ടു. എന്നിട്ടോ അങ്ങനെ സംവത്സര രൂപിയായ കാലം സൃഷ്ടിക്കപ്പെട്ടു, പ്രകടമാക്കപ്പെട്ടു. അത് ഭാണമകരോധ്, ഭാണിതി ശബ്ദത്തെ ഉണ്ടാക്കി. ശബ്ദത്തെ ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ശബ്ദത്തെ ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം. ജനിച്ചു കഴിഞ്ഞാൽ ശബ്ദം ഉണ്ടാക്കൂലോ, അത് തന്നെ വാക്കായി തീർന്നു. അത് തന്നെ പ്രകടിതമായ വാക്കായി തീർന്നു. നമുക്കിത് അടുത്ത പ്രാവശ്യം പഠിക്കാം. ഭാണകരോധ്, ഭാണകരോധ്, ഭാണിതി എന്നുള്ളത് വൈദികമായി പറഞ്ഞാൽ ശബ്ദത്തെ ഉണ്ടാക്കി എന്ന് പറയേണ്ടി വരും. അപ്പം എന്ത് ശബ്ദത്തെ ഉണ്ടാക്കി? ശബ്ദത്തെ ഉണ്ടാക്കിയോ ആവാം. എന്തായാലും ശബ്ദം ഉണ്ടാക്കി. ജനിച്ചു കഴിഞ്ഞാൽ ശബ്ദം ഉണ്ടാക്കി, അതിൽ നിന്ന് വാക്ക് പ്രകടമായി. ഇത് കൽപ്പനയായിട്ട് എടുത്താൽ ഇതൊന്നും ഉപനിഷത്തായിട്ട് ആരും എടുക്കരുതേ ഈ ഭാഗം പഠിക്കുമ്പോൾ. തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് അത്. അല്ലാണ്ട് കാരണം ചിലരൊക്കെ ഇപ്പോൾ വന്നവരുണ്ട്, ഈ പ്രാവശ്യം വന്നവരുണ്ട്, അവർ വിചാരിക്കും ഇതാണോ ഇപ്പോൾ ഉപനിഷത്ത് എന്ന് വിചാരിക്കും.